ഹായ് ഓൾ, വെൽക്കം ടു മൈ ഹോം മൈ ലൈഫ്. മൈ ഹോം മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ട്രിവാൻഡ്രം പോയി കറങ്ങിയതൊക്കെ ഞാൻ കാണിച്ചു. പിന്നെ നമ്മളൊരു ദിവസം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി വീട്ടിൽ കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർ കുക്കിംഗ് ചെയ്യുകയാണ്. കുറച്ച് കാര്യങ്ങൾ പാസ്ത ഉണ്ടാക്കൽ, പാസ്ത 2 ടൈപ്പ് എന്തൊക്കെയോ ഉണ്ടാക്കിയെന്ന് തോന്നണു. അപ്പോൾ അതുണ്ടാക്കിയതിൻ്റെ കോലമാണ് ഇപ്പോൾ ഈ കാണുന്ന കിച്ചണിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കിച്ചണെല്ലാം ക്ലീനാക്കി തരണം. ഉണ്ടാക്കണതൊക്കെ ഓക്കെ, കുഴപ്പമില്ല, പക്ഷെ ക്ലീനായിട്ടിരിക്കണം കിച്ചൺ. എത്ര നമ്മൾ ക്ലീനാക്കിയാലും എത്ര നമ്മൾ വീഡിയോസ് ഉണ്ടാക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ. എന്താണ്, തിരികെ അത് മോശമായി പോകും. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, നമുക്കത് മൈൻഡ് ചെയ്യണ്ട. നമുക്ക് അവരോട് തന്നെ ക്ലീനാക്കാൻ പറയാം. അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് തന്നെ. അപ്പം ഞാൻ എൻ്റെ ഇടയിൽ വേറൊരു സംഭവം കാണിക്കാം കേട്ടോ. ഇതെൻ്റെ മോള്, ഏറ്റവും താഴത്തെ മോള് എയറിൻ വാങ്ങിച്ചതാണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു ടിഫിൻ കാരിയർ ആണ്, ബാഗാണ്. അവൾക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചത്, പക്ഷേ അത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനത്തെ വേണമെന്ന് പറഞ്ഞുകൊണ്ട്, ലൈറ്റ് വെയ്റ്റ് ആണ്, സ്പേഷ്യസ് ആണ്, കാണാൻ ചെറുതാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു ടിഫിനൊക്കെ വെക്കാവുന്ന ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇത് തെർമോ ടൈപ്പ് ബാഗ്സ് ഇല്ലേ, അങ്ങനത്തെയാണിത്. ഉള്ളിൽ കണ്ട ഒരു ഫോയിലൊക്കെ പോലെ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം ചൂട് നിൽക്കും, ഭയങ്കരമായിട്ട് ചൂട് നിൽക്കും എന്നുള്ള ഇതല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യം ചൂടങ്ങ് നിന്നോളും. പിന്നെ സ്പേഷ്യസ് ആണ്. ഇതാണ് അവൾ ടിഫിൻ കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ടിഫിൻ ബോക്സസാണ് ഇവിടെ താല്പര്യം. ഇങ്ങനെ പ്ലാസ്റ്റിക് കോട്ടിങ്ങും അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡൊക്കെ എപ്പോഴും ഓയിലി ആയിരിക്കും. അത് പ്ലാസ്റ്റിക്കിലൊക്കെ ഇരുന്ന് അത് കഴുകാൻ ഭയങ്കര ടഫാണ്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണെങ്കിൽ സുഖമാണ്. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ബാഗ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ലിങ്ക് താഴെ ഇടാം. ഇത് കാണുമ്പോൾ ഒരു ഗ്രേ ആണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഫ്ലെമിംഗോ ആണ് അവൾക്ക് ഇഷ്ടം. ഇതിൻ്റെ പല ഡിസൈൻസും ഷെയ്ഡ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം രണ്ടാമത്തവൾ എനിച്ചത് ഇപ്പോഴാണ്. ഏകദേശം സമയം 9:30-10 മണി ആയിന്നാണ് തോന്നണേ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ അപ്പോൾ അവൾ മറച്ചു വയ്ക്കുന്നതാണ്. പിന്നെ മിക്കപ്പോഴും നിങ്ങൾ ക്ലീനിങ് വീഡിയോസൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ക്ലീനാണ് വീടുന്നൊക്കെ എപ്പോഴും. പക്ഷെ അങ്ങനെയല്ല. അതൊക്കെ 1-2 ദിവസം നിൽക്കും, പിന്നെ അവസ്ഥ ഇതാണ്. അപ്പോൾ മൂത്ത മോള് വന്നതിൻ്റെ ബാഗ്സും പിന്നെ വാങ്ങിച്ച കുറേ ഡ്രസ്സും ഒക്കെ വെറുതെ വലിച്ചു വാരിയിട്ടേക്കുക. അപ്പോൾ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്ലീൻ ചെയ്യണമെന്നാണ് ഈ കാണുന്നത്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ട്. 2 ദിവസം നമ്മളവിടെയൊക്കെ സ്റ്റേ ചെയ്തതല്ലേ, അപ്പോൾ കുറേ അലക്കാനുണ്ടായിരുന്നു. അത് അലക്കി. പിന്നെ മോൾക്ക് പോവാറുമായി, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾക്ക് തിരിച്ച് പോകണം. അപ്പോൾ അതിൻ്റെ ഡ്രസ്സുകളും കുറേ അലക്കാനുണ്ട്. ഞാൻ കുറച്ചൊക്കെ നേരത്തെ തന്നെ അലക്കി വെച്ചു കേട്ടോ. പിന്നെ ഇനി കുറച്ചും കൂടി ഉള്ളൂ. പിന്നെ ഓൾറെഡി ബാക്കി 2 പേർക്കും ക്ലാസ്സസ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ എന്തായാലും യൂണിഫോംസൊക്കെ അലക്കി റെഡിയാക്കി വയ്ക്കണം, അവർക്ക് പിറ്റേ ദിവസം പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അലക്ക് നമുക്ക് നല്ലോണം നടക്കണുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നത് മിക്കപ്പോഴും ഏരിയലാണ്. കൈൻഡ് ഓഫ് ഇച്ചിരി പ്രൈസിയാണ് നമുക്കിത് വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട്.
പക്ഷേ ഇതുതന്നെയാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയത്, അതുകൊണ്ട് ഇപ്പോൾ ഏരിയൽ ഉപയോഗിക്കുന്നു. പിന്നെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഒരു കാരണവശാലും പൊടി പോലത്തെ ഒന്നും ഉപയോഗിക്കരുത്. പിന്നെ കാണുന്ന ലോക്കൽ ടൈപ്പ് ഡിറ്റർജൻറ്റ്, ലിക്വിഡ് ഡിറ്റർജൻസും ഉപയോഗിക്കരുത്, അത് കേടാവും. അലക്കി വെച്ചതൊക്കെ ഇനി മടക്കാനുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ അതാ ഞാൻ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ മോള് ഒരുവിധമൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല അല്ലേ? അത്രയ്ക്കെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ ഡ്യൂട്ടീസിലേക്ക് കടന്നു. വലിയതായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കാനൊന്നും ഉണ്ടായില്ല. ഓൾറെഡി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കുക, പിന്നെ എന്തെങ്കിലും ചെറുത് കുറച്ചുണ്ടാക്കുക. പിന്നെ പിള്ളേർ അന്ന് തന്നെ ഓൾറെഡി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മാത്രമൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ ചോറ് അത് വെക്കണം, അതതിൻ്റെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊക്കെ ഒന്ന് ക്ലീനാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭാരം ഉണ്ടാവില്ല. അതായത് ഞാൻ മിക്കപ്പോഴും എല്ലാ ദിവസവും ഈ ഗ്യാസിൻ്റെ കൗണ്ടർ ടോപ്പ് ഭാഗങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ക്ലീൻ ചെയ്യും. ചിലപ്പോൾ സോപ്പിടും, ചിലപ്പോൾ സോപ്പൊന്നും ഇടില്ല, വെറുതെ ഒന്ന് നനഞ്ഞ തുണിയും കൊണ്ട് തുടച്ചൊക്കെ എടുക്കും. അപ്പോൾ തന്നെ നമുക്ക് കുറേ ഭാരം അങ്ങ് തീർന്നു. അപ്പോൾ ചെയ്ത് തീരുമ്പോൾ ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക. ഇനി സ്റ്റാഫ് റൂമിൽ എത്തിക്കുന്ന സാരൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ല മിസ്സിന്റെ ബർത്ത്ഡേ ആണ്. മിസ് അത് ക്യാൻസൽ ആയിട്ട് വരുന്നുണ്ടോ, ചന്ദനൊക്കെ ഇട്ടാണ് വന്നിട്ടുള്ളൂ. മോള് വന്ന് മോളുടെ സ്കൂളിലത്തെ കുറേ കഥകളൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. നമ്മൾ അവരെന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോൾ നമ്മൾ നല്ല ബിസി ആയിരിക്കും, പക്ഷേ എങ്കിലും ഒന്ന് ചെവി കോർത്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഒരു ലോഡ് പാത്രങ്ങളുണ്ട് കഴുകാനുമായിട്ട്, അതും കഴുകി വെക്കണം. എത്ര നമുക്ക് ജോലി ഇല്ലയെന്ന് പറഞ്ഞാലും ജോലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ. അതിൻ്റെ ഇടയിൽ പിള്ളേരും വീട്ടിലുണ്ടായാൽ അപ്പോഴും കുറേയൊക്കെ ഇങ്ങനെ ബാക്കിയായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, നീണ്ടു പോകും. നമ്മൾ മാത്രമാണ് വീട്ടിലെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ ചെയ്ത് തരും. പക്ഷേ അന്നൊക്കെ വീട്ടിൽ പിള്ളേരും അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനിങ്, അൺഎക്സ്പെക്റ്റഡ് പ്ലാൻസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പണികൾ പെൻഡിങ്ങാണ്. പക്ഷെ ആ ദിവസമൊക്കെ നമുക്ക് വെറുതെ വിട്ട് കളയാമെന്ന് വിചാരിക്കണം. അത് ചിലപ്പോഴൊക്കെ നമുക്കൊരു ദിവസം കിട്ടും നല്ലപോലെ ക്ലീനാക്കിയൊക്കെ വെക്കാനായിട്ട്. ചിലപ്പോഴൊക്കെ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് പോട്ടെ, പ്രശ്നമല്ല അല്ലേ. ഓണമൊക്കെ വരാറായില്ലേ. ഇപ്പം അതിൻ്റെയൊക്കെ ഒരു ഏത് ഡ്രസ്സ് വേണം, എങ്ങനെ വേണം, 2 കൊല്ലത്തിന് ശേഷമല്ലേ ഓണം സെലിബ്രേഷൻ. അപ്പം അതിൻ്റെ ആവേശത്തിൽ നോക്കുന്നതാണ്. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് ദേ അവിടെ കംപ്ലീറ്റ് ചെരുപ്പുകളും ഷൂസൊക്കെ ഇങ്ങനെ മെസ്സി ആയിട്ട് പുറത്ത് വെച്ചേക്കാം. ഒരു ഷൂ കബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനകത്തേക്ക് ഇടാനായിട്ട് ആർക്കും പറ്റില്ല. ഞാൻ വിചാരിച്ചു അവരവിടെ നിന്ന് നോക്കണ നേരം കൊണ്ട് അത് തൊട്ടപ്പുറത്താണ് ഞാൻ ഈ ഒരു പരിപാടി ചെയ്യാന്നുള്ളത്. മാസ്ക് ഒന്നും എന്തായാലും ഒഴിവാവാറായിട്ടില്ല. അപ്പോൾ അതിപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു സംഭവമാണ്. പക്ഷേ എന്താ ഇതിങ്ങനെ കംപ്ലീറ്റ് പുറത്ത് വെച്ചാലേ ഒരു ദിവസം തന്നെ ഒരു 5 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചൊന്ന് വരും. ഒന്ന് പുറത്തിറങ്ങി തിരിച്ചു വരുമ്പോൾ വേറെ മാസ്ക്, ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ആവശ്യത്തിന് മാത്രം പുറത്ത് വെച്ചാൽ മതി.
അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടു. ഞാനത് കംപ്ലീറ്റ് ഷൂട്ടൊന്നും ചെയ്തില്ല, നിങ്ങൾക്ക് ബോറടിക്കില്ലേ. എന്നിട്ടും ദേ കിടക്കണു ഓരോ ലോഡ് പാത്രം. ഓക്കെ, അതൊക്കെ നമ്മൾ അവിടെ സൈഡിലിരിക്കും. ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ഹെയർ പാമ്പറിങ് ചെയ്ത് കൊടുക്കാമെന്ന്. 2-3 ദിവസമായിട്ടൊന്നും ഹെയർ വാഷൊന്നും നടന്നിട്ടില്ല കുട്ടികളുടെ. അപ്പം ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതിലേക്ക് കുറച്ച് 2 സീറം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് കേട്ടോ. ചില സമയത്ത് ഹോം മെയ്ഡ് ആയിരിക്കും, ചില സമയത്ത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് ഓയിലിംഗ് ആണ്, ഹെയർ ഓയിലിംഗ് ആണ്. അപ്പോൾ ഇതാണ് അവളുടെ മുടി. അവളുടെ മുടിയുടെ സ്ഥിതി ഇപ്പം ഇങ്ങനെയാണ്. ഞാൻ എന്താ പറയുക, നമ്മൾ ഓരോ പ്രാവശ്യം മുടി ചീകുമ്പം ഞാൻ ഒരു സീറം അല്ലെങ്കിൽ ബദാം ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഓയിൽ ഹെയറുമേ അപ്ലൈ ചെയ്യും, ഒന്ന് ഒതുങ്ങി ചീകാൻ വേണ്ടിയിട്ട്, മുടി ചീകാൻ വേണ്ടിയിട്ട്, കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഹെയർ ഓയിലിയാണ്. പക്ഷെ സ്കാൽപ്പ് ഓയിലി ആയിരിക്കില്ല, ബിക്കോസ് ഞാൻ സ്കാൽപ്പിലല്ല ആ സീറമൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ മറ്റേ ഓയിലിങ്ങിന് സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ പാർട്ടീഷൻ എടുത്ത് ഞാൻ സ്കാൽപ്പിൽ മാത്രം നല്ല ഡീപ്പ് ഓയിലിങ് ചെയ്യും. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ മുടിമേ അതിൻ്റെ ആവശ്യമില്ല, മുടിമേ ഓൾറെഡി ഓയിൽസ് ഉണ്ട്. പിന്നെ അതൊന്ന് ക്ലീനാക്കി എടുക്കേണ്ട കാര്യമുള്ളൂ. അതല്ല മുടിമേ അധികം ഇല്ല. പിന്നെ ചിലപ്പോഴൊക്കെ ഹെയർ എൻഡ്സിൽ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ ബാക്കി നമ്മൾ ഹെയർ എൻഡ്സിലും കൂടി അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒന്ന് കെട്ടിയൊക്കെ വയ്ക്കുക, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ വീക്ക്ലി വൺസ് ഓർ ട്വൈസ് അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒരു അരമണിക്കൂർ, അതിന് കൂടുതലൊന്നും വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അരമണിക്കൂർ വെച്ചിട്ട് ഹെയർ ഒരു നോർമൽ ഏതെങ്കിലും ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയും. ഓക്കെ, അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ അവരോട് കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവർ പോയി കുളിച്ചോളും. ചിലപ്പോൾ ചില സമയത്ത് അവൾക്ക് പറ്റാണ്ടാവുമ്പോൾ ഞാൻ അവൾക്ക് ഷാമ്പൂയിങ് ഒക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ, മുടിയൊക്കെ ഒന്ന് കഴുകി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ എന്താ പറയുക, അക്കെല്ലാം മെസ്സി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഒന്ന് ജസ്റ്റ് ഒതുക്കാൻ വിചാരിച്ചു. ഒന്ന് പില്ലൊക്കെ ഒന്ന് മര്യാദയ്ക്ക് വെച്ച്, ഒന്ന് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ ബെഡ് കാണാൻ എന്തൊരു ഭംഗിയാണ്. അല്ലെങ്കിൽ മടി പിടിച്ചുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യത്തില്ല. ഇത് വളരെ നീറ്റായിട്ട് കിടക്കണുണ്ട്. ഇപ്പോൾ നോക്കിയപ്പോൾ മോൾ ഓടി വന്നിട്ട് ഹായ് എന്തൊരു സുഖം, എന്തൊരു നല്ല രസം എന്നും പറഞ്ഞുകൊണ്ട് നേരെ കിടക്കും. അപ്പോൾ അതാണ് ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട്. The small type. ഓടിച്ചൊക്കെ ഒന്ന് ക്ലീനാക്കുക, ഒതുക്കുക, അങ്ങനത്തെ സമയങ്ങളിലും ഒക്കെ ഞാൻ ഇങ്ങനെയൊക്കെയാണ്. അതായത് മടി വരുമ്പോഴാണ് ഞാൻ വാക്യൂം ക്ലീനർ എടുത്ത് ക്ലീൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് അതൊക്കെ ഒന്ന് വേഗം ഓടിച്ച് ക്ലീനാക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത മോള് വന്നതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് പ്ലാനിങ് അവളോട് പോകാനുണ്ടാവും. അപ്പോൾ ഓടിച്ചൊരു ദിവസം കിട്ടുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ.
പിന്നെ അതുപോലെ നമ്മൾ പോയി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്രസ്സെല്ലാം അലക്കി വെച്ചിട്ട് പിന്നെ ആ ഡ്രസ്സിൻ്റെ ഒരു സാധനവും കാണുന്നില്ല. ഒരെണ്ണത്തിൻ്റെ പാൻറ്റ് കാണില്ല, ഒരെണ്ണത്തിൻ്റെ ഷോള് കാണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേയൊക്കെ ആവശ്യമില്ലാണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ മാറ്റി വയ്ക്കാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഏതൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്ന ഡ്രസ്സ് അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ സെറ്റായിട്ടുള്ളതൊക്കെ ഒന്ന് ഒരുമിച്ച് വയ്ക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ കബേർഡ് എനിക്ക് ഹാങ്ങിങ് ഇല്ല, ജസ്റ്റ് എല്ലാം ഇങ്ങനെ മടക്കി വെക്കണതാണ്. അപ്പോൾ ഹാങ്ങിങ് ഉള്ളത് ഒരു ദിവസം എപ്പോഴെങ്കിലും ആളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്രയും നാൾ വരെ എനിക്കിതെല്ലാം ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ പരിപാടിക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് കുറേ ഇതിന് മുന്നൊക്കെ എന്താ പറയുക, നമ്മളിങ്ങനെ വെക്കും, ചിലപ്പോൾ ആവശ്യം വരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടേ കുറേ ഷോളും ടോപ്പും അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ അത് എന്തായാലും ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ വയ്ക്കുന്നത്? അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ സെറ്റായിട്ടുള്ളത് കണ്ടോ, ഞാനിങ്ങനെ ടോപ്പ് ൻ്റെ ഉള്ളിൽ അതിൻ്റെ പാൻറ്റും അതിൻ്റെ ഷോളൊക്കെ വെച്ച് ഇങ്ങനെ മടക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് എളുപ്പമായി. ഇത് കിടന്ന് ഇങ്ങനെ തപ്പുണ്ടാവും, എവിടെയാണ് ഇതിൻ്റെ ഷോൾ, എവിടെയാണ് ഇതിൻ്റെ പാൻറ്റും തപ്പുണ്ടാവും. ഡൊണേറ്റ് ചെയ്യാനുള്ളതൊക്കെ ഞാനിത് മാറ്റി വയ്ക്കാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ എന്നോ ഇരുന്നിരുന്ന ഷോളുകളും സ്റ്റോളൊക്കെയാണ്, ഇപ്പം ഞാൻ യൂസ് ചെയ്യണേ ഇല്ല. അതിൻ്റെ ഷോള് കാണുന്നില്ല, ഞാൻ കിടന്ന് തപ്പാണ് ഇത് എവിടെ ഇതിൻ്റെ ഷോളെന്ന്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം, നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒന്നും കാണാത്തത്. ഇപ്പോഴാണ് സംഭവം കിട്ടിയത്, കണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഉള്ളി പോയിരിക്കും, നമുക്ക് കാണില്ല. അപ്പോൾ അങ്ങനെ നമുക്കെല്ലാം ഫോൾഡ് ചെയ്തൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസത്തെ ഞാൻ ഓടിച്ച് ചാടിച്ച് ചെയ്ത ഒരു കാര്യമാണ്. നമുക്കത് കാര്യത്തിരക്കുകളുണ്ട്, പുറത്ത് പോകണം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ സമയത്ത് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി പുറത്തുനിന്നൊന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഫോർട്ട് കൊച്ചി വരെയൊക്കെ ഒന്ന് പോയി അവൾക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടം വരെ പോയതിൻ്റെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോയിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, താങ്ക് യു.